ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് നോക്കുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ആ യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതൊരു കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെയാണ്, ഒരു പാടില്ല. അപ്പോൾ എന്താണ് ടോപ്പിക്ക്? കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 4 മെത്തേഡുകളാണ് ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ക്യാഷ് പ്രൈസും ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആർ ഗീവൻ. അതായത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇൻട്രസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് തന്നിരിക്കും, ക്യാഷ് പ്രൈസിൻ്റെ ടോട്ടൽ എമൗണ്ട് തന്നിരിക്കും, ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് എത്രാമത്തെ മെത്തേഡാണ്? ഫസ്റ്റ് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെൻ ടോട്ടൽ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗീവൻ. ടോട്ടൽ ക്യാഷ് പ്രൈസും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എണ്ണം തന്നിരിക്കും. പക്ഷേ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഗീവൻ. ഇൻട്രസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് തന്നിരിക്കത്തില്ല. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് മൊത്തം തരും, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ക്യാഷ് പ്രൈസ്, ഇൻസ്റ്റാൾമെൻറ്റ്, ഇത് 3 തന്നിരിക്കും. രണ്ടാമത്തെ കേസ് എന്താണ്? ടോട്ടൽ ക്യാഷ് പ്രൈസും ഇൻസ്റ്റാൾമെൻറ്റ് തന്നിരിക്കും, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് തരത്തില്ല. മൂന്നാമത്തെ എന്താണ്? വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യാഷ് പ്രൈസ് ഈസ് നോട്ട് ഗീവൻ. ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 എന്താണ്? വെൻ ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് പീരീഡ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ആർ അൺഈക്വൽ. അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ടും പീരീഡിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും എന്താണ്? ആർ അൺഈക്വൽ ആയിരിക്കും, രണ്ടും ഒരുപോലെ വരത്തില്ല. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്ന് എന്താണ് പഠിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പറയാനുള്ളത് ഒന്നാമത്തെ മെത്തേഡാണ്. എന്താണ് ഒന്നാമത്തെ മെത്തേഡ്? വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗീവൻ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിരിക്കും, ക്യാഷ് പ്രൈസ്, മൊത്തത്തിലുള്ള ക്യാഷ് പ്രൈസ് തന്നിരിക്കും, ഇൻസ്റ്റാൾമെൻറ്റ് തന്നിരിക്കും. ഇത് 3 ചേർത്തുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് ഇല്ലസ്ട്രേഷൻ 3.2.4 നോക്കുക. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാമേ. എക്സ് ലിമിറ്റഡ് പർച്ചേസസ് മെഷീനറി ഓൺ HP ബേസിസ് ഫ്രം Y ലിമിറ്റഡ് ഓൺ January 1, 2021. 2021 ജാനുവരി 1 ആയപ്പോൾ Y ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് എക്സ് ലിമിറ്റഡ് മെഷീനറി വാങ്ങിക്കുന്നുണ്ട്. അത് HP ബേസാണ്. എന്താണ് HP മീൻസ്? ഹയർ പർച്ചേസ്. 2021 ജാനുവരി 1 ആയപ്പോൾ വൈയുടെ കയ്യിൽ നിന്നും, Y ലിമിറ്റഡ് കമ്പനിയുടെ കയ്യിൽ നിന്നും എക്സ് ലിമിറ്റഡ് മെഷീനറി വാങ്ങിക്കുന്നുണ്ട്. അത് ഹയർ പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീൻ ഈസ് റുപ്പീസ് 29,800. മെഷീൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 29,800 രൂപയാണ്. അപ്പോൾ ഈ ഹയർ പർച്ചേസ് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന നമ്മുടെ സാധനത്തിൻ്റെ വില എത്രയാണോ ആ വിലയോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് ചേർത്തായിരിക്കും 29,800 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ക്യാഷ് പ്രൈസ്, മെഷീൻ്റെ ക്യാഷ് പ്രൈസ് എത്ര പറയുന്നുണ്ട്? 29,800 പറയുന്നുണ്ട്. 8,000 ഈസ് പെയ്ഡ് അറ്റ് ദ സൈനിങ് ഓഫ് ദ എഗ്രിമെൻറ്റ്. ഉണ്ടോ? എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു 8,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ബാലൻസ് ഈസ് ടു ബി പെയ്ഡ് ഇൻ 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓർ റുപ്പീസ് 8,000 ഈച്ച്. ഉണ്ടോ? നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് 8,000 രൂപയാണ് അവർ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ആ എമൗണ്ട് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇനി വരുന്ന 3 ഇൻസ്റ്റാൾമെൻറ്റിൽ അത് 8,000 വെച്ച് എന്ത് ചെയ്യുക? ഓരോ ഇയറിൽ കൊടുക്കുവാണ്. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 8,000-ൻ്റെയും, സെക്കൻഡ് ഇയർ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയായിരിക്കും? 8,000-ൻ്റെയും, തേർഡ് ഇയർ എത്രയായിരിക്കും? 8,000. ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എത്രയായിട്ട്? 8,000 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണോ പറയുന്നത് അത് തന്നെയായിരിക്കും അവർ പറയുന്ന എത്ര വർഷത്തേക്കാണോ അത്രയും വർഷം എത്രയായിരിക്കും ഇൻസ്റ്റാൾമെൻറ്റ് ആ എമൗണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് പറയാണ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 5% പെർ ആനം. വർഷം തോറും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് എത്ര ശതമാനമാണ്? 5% പറയുന്നുണ്ട്. കാൽക്കുലേറ്റഡ് എമൗണ്ട് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തിയുള്ള കാൽക്കുലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്? മെഷീൻ്റെ ക്യാഷ് പ്രൈസ് പറയുന്നുണ്ട്, പിന്നെന്ത് പറയുന്നുണ്ട്? പെർസെൻറ്റേജ് പറയുന്നുണ്ട്. എത്ര വർഷത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് അറിയുന്നത്? 3 വർഷത്തേക്കുള്ള ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇത് 3 കൂടെ വരുമ്പോൾ അത് ഏത് മെത്തേഡാണ്? ഫസ്റ്റ് മെത്തേഡാണ്. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആർ ഗീവൻ. ഇൻസ്റ്റാൾമെൻറ്റിന് ന്യൂസ് പറയുമ്പോൾ എത്ര വർഷത്തെ ആണ് ഉദ്ദേശിക്കുന്നത്, എത്ര വർഷം വരെയാണെന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് എത്ര വർഷം പറയുന്നുണ്ട്? 3 ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ,
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ബോക്സ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഒരു എളുപ്പം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം എഴുതാം. അത് എഴുതിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബോക്സ് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ക്യാഷ് പ്രൈസ് 29,800 ഡൗൺ പേയ്മെൻറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 8,000 ആണ് അല്ലേ. ഈ 8,000 നിങ്ങൾ ചെയ്യണം, ഇനി വരുന്ന 3 വർഷം വരെ അടച്ചുകൊണ്ടിരിക്കണം. ഓക്കെ അല്ലേ. എന്നിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് റുപ്പീസ് 8,000 ഈച്ച് കണ്ടോ. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? ഓരോ വർഷത്തിലും 3 ഇൻസ്റ്റാൾമെൻറ്റായിട്ട് എത്ര വെച്ച് കൊടുക്കണം? 8,000 വെച്ച് കൊടുക്കണം. കാരണം ഡൗൺ പേയ്മെൻറ്റ് 8,000 അടയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 8,000 അടയ്ക്കും, അതിന് ശേഷമാണ് 3 ഇൻസ്റ്റാൾമെൻറ്റായിട്ട് 8,000 വെച്ച് കൊടുക്കുന്നത്. ഓക്കെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ? 5% പെർ ആനം. ഈ പെർ ആനത്തെ ഷോർട്ട് ഫോമാണ് PA എന്ന് പറയും. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എത്ര കോളം വരയ്ക്കണം? 5 കോളംസ് വരയ്ക്കണം. അപ്പോൾ 5 കോളംസ് വരയ്ക്കുന്ന പറയുമ്പോൾ ആദ്യം എന്താണ്? പീരീഡ് ആണ്. രണ്ടാമത്തെ കോളം എന്താണ്? ഓപ്പണിംഗ് ഓഫ് ക്യാഷ് പ്രൈസ്. 3 എന്താണ്? ഇൻട്രസ്റ്റ് അറ്റ് 5%. ശതമാനം എത്ര പറഞ്ഞിരിക്കുന്നത്? 5%. അപ്പോൾ ഇൻട്രസ്റ്റ് അറ്റ് 5%, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, പിന്നെ പ്രിൻസിപ്പാൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് ഫസ്റ്റ് സൈനിങ് ആണ്. ഫസ്റ്റ് സൈനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പ്രോബ്ലം ചെയ്താലും നിങ്ങൾ ആദ്യം ചെയ്യണം അറ്റ് സൈനിങ് എന്ന് എഴുതണം. ഓക്കെ. ഓക്കെ. എത്ര ക്യാഷ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്? 29,800 അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം 29,800 എഴുതും. അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഡൗൺ പേയ്മെൻറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 8,000 അല്ലേ. അപ്പോൾ നമ്മൾ 8,000 കൊടുക്കുക. അദ്ദേഹം എത്ര കൊടുത്തിട്ടുണ്ട്? 8,000 കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ സൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 29,800 നമ്മളതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആ വർഷം കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇൻസ്റ്റാൾമെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് ഇരിക്കുന്നത് 8,000 അല്ലേ. അപ്പോൾ നമ്മൾ 8,000 എഴുതുന്നുണ്ട്. എണ്ണത്തെ അടച്ചിട്ടുണ്ട് 8,000 കൊടുത്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇത്ര മനസ്സിലല്ലോ. ഓക്കെ. ഇനി എത്ര വർഷം വരെ മേടിക്കണം? 3 വർഷം വരെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ വേണം. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി ഫസ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് പ്രൈസ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന 29,800 ഉണ്ടോ, ആ 29,800 നമ്മുടെ പ്രിൻസിപ്പാൾ എമൗണ്ട് എത്ര കൊടുത്തത്? 8,000 അല്ലേ. അപ്പോൾ രണ്ടും കൂടെ മൈനസ് എത്ര കിട്ടും? 21,800 കിട്ടും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, മനസ്സിലാൻ വേണ്ടി. കണ്ടല്ലോ. ഓക്കെ. ഇനി ഇതിൻ്റെ എത്ര പേഴ്സൻ്റ് എടുക്കണം? 5% എടുക്കണം. അപ്പോൾ എത്രയും 1,090 വരും. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ മൂന്നാമത്തെ കോളം ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ചെയ്യുമ്പം എത്ര എഴുതിയാൽ മതി? 8,000 എന്ന് എഴുതിയാൽ മതി. ആദ്യം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് 8,000 എഴുതുന്നു. പിന്നെ അതനുസരിച്ച് ചെയ്യണം 3 വർഷത്തേക്ക് 8,000 കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കോളം ഡൗട്ട് വരത്തില്ല. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ 21,800 എങ്ങനെ കിട്ടി? ആദ്യത്തെ തൊട്ട് മുന്നേ കിടക്കുന്ന 29,800 നമ്മൾ കൊടുത്ത എമൗണ്ട് എത്രയാണ്? 8,000. അപ്പോൾ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പം 21,800 വരും. ഇതിൻ്റെ ശതമാനമാണ് ഇവിടെ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ 21,800 × 5/100 എത്രയും 1,090 വരും. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിന് ആ 8,000 എന്ത് ചെയ്യണം? ഈ 1,090 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 69,10 കിട്ടും. എവിടെ ഇരിക്കുന്നുണ്ടോ? അതായത് മൂന്നാമത്തെ കോളം മൈനസ് രണ്ടാമത്തെ കോളം കേട്ടോ. അതിനോട് കുറയ്ക്കുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 69,10 കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്ത് നോക്കി. സെക്കൻഡ് ഇയർ ആകുമ്പം ഇവിടെ എത്രയായി? 14,890 ഈ 14,890 കിട്ടി. തൊട്ട് മുന്നിട്ട് കിടക്കുന്ന എത്രയാണ്? 21,800. അതിനകത്ത് എന്ത് ചെയ്യണം? 69,10 കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 69,800 അല്ലേ. ഇത് തെറ്റുണ്ട് കേട്ടോ. ഇത് 69,800 69,10 കേട്ടോ. അത് കറക്റ്റ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ 14,890 എങ്ങനെ കിട്ടി? പറഞ്ഞ് 21,800 69,10 കണ്ടോ. 6,910 ഇവിടെ സ്റ്റാർ ഇട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കേട്ടോ. ഓരോ സ്റ്റാർ ഇട്ടിരിക്കുന്നുണ്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 14,890 എങ്ങനെ കിട്ടി? 21,800 69,10 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 14,890 കിട്ടും. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ എത്ര ശതമാനം എടുക്കണം? 5% എടുക്കണം. അപ്പോൾ എത്ര കിട്ടും? 744.5 വരും. കണ്ടല്ലോ. ഓക്കെ. ഇവിടെ എങ്ങനെ കിട്ടും? മൂന്നാമത്തെ കോളം മൈനസ് രണ്ടാമത്തെ കോളം അല്ലേ. അപ്പോൾ 8,000 മൈനസ് 744.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7,255.5 കിട്ടും. കണ്ടല്ലോ. ഓക്കെ. ഇനി മൂന്നാമത്തെ ഇയർ ആകുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു? മൂന്നാമത്തെ ഇയർ ആകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു? എങ്ങനെ എടുക്കുന്ന പറഞ്ഞ് 14,890
7255.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7634.5 കിട്ടും അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങളിവിടെ ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജ് എടുക്കണ്ട. അതെന്താ പറയാനുള്ള കാരണം അറിയാമോ? ഓക്കെ, തേർഡ് ഇയർ ആകുമ്പം, അതായത് ഫൈനൽ സ്റ്റേറ്റ് എത്താറാകുമ്പം, നിങ്ങൾ ഏത് പ്രോബ്ലം ചെയ്താലും ഫൈനൽ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യണം? താണ്ട് രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് വേണം നിങ്ങൾ എവിടെ എഴുതാൻ? പ്രിൻസിപ്പാളിൽ കാണിക്കേണ്ടത്. മനസ്സിലാലോ? അപ്പം നിങ്ങൾ ഈ മൂന്നാമത്തെ കോളം എങ്ങനെ കിട്ടും പറഞ്ഞേ? അതാണ്ട് ഈ 8000, അതായത് മൂന്നാമത്തെ കോളത്തിൽ നിന്ന് നാലാമത്തെ കോളം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ കോളത്തുള്ള ഇൻട്രസ്റ്റ് കിട്ടും. മനസ്സിലാലോ? നമ്മൾ സാധാരണ ഈ പേഴ്സൻറ്റേജ് എടുത്താൽ മതിയാണ്. പക്ഷെ നിങ്ങൾ ഏത് പ്രോബ്ലത്തിൽ വന്നാലും ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ കിടക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് എന്ത് ചെയ്യണം? നാലാമത്തെ കോളത്തിൽ കാണിക്കണം. മനസ്സിലാലോ? ഇനി രണ്ടാമത്തെ കോളം എങ്ങനെ കിട്ടും? മൂന്നാമത്തെ കോളം മൈനസ് നാലാമത്തെ കോളം, അത് കുറച്ചും എന്ത് ചെയ്യും? 365.5 കിട്ടും. മനസ്സിലാലോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം കൂടെ എത്ര കിട്ടും? 2200 കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും 32,000 വരും അല്ലേ? ഇതെല്ലാം കൂടെ എത്ര വരും? 29,800 വരും. നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? 29,800 അല്ലേ? ആ 29,800 ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ? അത്രേ ഉള്ളൂ, ഒരു പാടുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയർ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കോളത്തിന് എമൗണ്ട് ചെയ്യണം, നാലാമത്തെ കോളത്തിൽ കാണിച്ചിട്ട് മൂന്നാമത്തെ കോളത്തിൽ പെൻഡിങ് ആവും. അപ്പം നമ്മളവിടെ പേഴ്സൻറ്റേജ് എടുക്കണ്ട. നമ്മൾ പേഴ്സൻറ്റേജ് എടുക്കണം, ഇവിടുന്ന് എടുക്കുമല്ലേ? അപ്പോൾ അത് എടുക്കണ്ട. പകരം എന്ത് ചെയ്യണം? മൂന്നാമത്തെ കോളത്തിന് നാലാമത്തെ കോളോടെ മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു കോളം കിട്ടും. 365.5 കിട്ടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ.